മധ്യപ്രദേശ് കത്തുകയാണ്. മധ്യപ്രദേശിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അലയടിക്കുന്നത്. എന്തിനാണ് ഈ പ്രതിഷേധം മധ്യപ്രദേശിൽ ഉയർന്നിരിക്കുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. മധ്യപ്രദേശിലെ റൈസൻ ജില്ലയിൽ 6 വയസ്സുകാരിയായിട്ടുള്ള ഒരു പിഞ്ചു കുട്ടിയെ ബലാത്സംഗം ചെയ്ത സംഭവം സംസ്ഥാനത്തെ ആകെ പിടിച്ചുലച്ചിരിക്കുകയാണ്. വെള്ളിയാഴ്ച നടന്ന ഈ ഹീനമായ സംഭവത്തിന് ശേഷവും ഞായറാഴ്ച വരെ പ്രതിയെ പിടികൂടാത്തതിൽ പൊതുജനങ്ങളുടെ രോഷം അലയടിക്കുകയാണ്. ഞായറാഴ്ച ആയിരക്കണക്കിന് രോഷാകുലരായിട്ടുള്ള ആളുകൾ ജയ്പൂർ ജബൽപൂർ ദേശീയപാത ഉപരോധിക്കുകയും നീതിക്കായി കടുത്ത പ്രതിഷേധം നടത്തുകയും ചെയ്തു. വിദിഷ ലോക്സഭാ മണ്ഡലത്തിലാണ് ഈ സംഭവം നടന്നില്ല. നമുക്കറിയാം, മധ്യപ്രദേശിലെ നേരത്തെയുള്ള മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ശിവരാജ് സിംഗ് ചൗഹാനാണ്. ശിവരാജ് സിംഗ് ചൗഹാൻ ഈ വിവരം അറിഞ്ഞ് മധ്യപ്രദേശിലേക്ക് തിരിച്ചിട്ടുണ്ട്. പോരാത്തതിന് അദ്ദേഹത്തിൻ്റെ ഒരു വമ്പൻ പ്രസ്താവനയും ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇവിടെ നിന്നുള്ള എംപിയും കേന്ദ്ര കൃഷിമന്ത്രിയുമായിട്ടുള്ള ശിവരാജ് സിംഗ് ചൗഹാൻ സംഭവത്തിൽ ശക്തമായി പ്രതികരിച്ചത് ഇങ്ങനെയാണ്: എൻ്റെ പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു നിരപരാധിയായ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ ഞാൻ വളരെയധികം ദുഃഖിതനും രോഷം പൂണ്ടവനുമാണ്. ഇന്ന് ഞാൻ ഭോപ്പാലിലെ സെൻട്രൽ ആശുപത്രിയിലെത്തി ഇരയുടെ ആരോഗ്യത്തെക്കുറിച്ച് അന്വേഷിച്ചു. ഞങ്ങൾ ഒരുമിച്ച് ഉറച്ചു നിൽക്കുന്നുവെന്നും തീർച്ചയായും ഇരയ്ക്ക് നീതി ലഭിക്കുമെന്നും കുടുംബത്തെ അദ്ദേഹം ആശ്വസിപ്പിച്ചു. മകളുടെ ചികിത്സയിൽ ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്നും പൂർണ്ണമായ ചികിത്സ ക്രമീകരിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കാൻ ആശുപത്രി മാനേജ്മെന്റിനോടും ശിവരാജ് സിംഗ് ചൗഹാൻ ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ അടുത്ത് തന്നെയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ശിവരാജ് സിംഗ് ചൗഹാൻ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. എന്തായാലും പ്രതിയെ എത്രയും വേഗം പിടികൂടി കഠിനമായി ശിക്ഷിക്കാൻ ഭരണകൂടത്തിന് കർശന നിർദ്ദേശം ശിവരാജ് സിംഗ് ചൗഹാൻ നൽകിയിട്ടുണ്ട്. പ്രതിയെ അറസ്റ്റ് ചെയ്ത ശേഷം ഇരയ്ക്ക് എത്രയും വേഗം നീതി ലഭിക്കുന്നതിനായി വിഷയം അതിവേഗ കോടതിയിലേക്ക് കൊണ്ടുപോകുമെന്നും അദ്ദേഹം പറഞ്ഞു. കുറ്റവാളിയെ പിടികൂടുന്നതുവരെ അദ്ദേഹം വെറുതെ ഇരിക്കില്ല എന്നും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളുണ്ട്. റൈസനിലെ ഗോഹർഗഞ്ചിലാണ് ഈ ദാരുണമായ സംഭവം നടന്നത്. നിരപരാധിയായ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത പ്രതി 23 വയസ്സുള്ള സൽമാൻ ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രതി ഗോഹർഗഞ്ചിൽ സംഭവം നടന്ന ഗ്രാമത്തിൽ 2-3 മാസം മുമ്പാണ് എത്തിയത്. സംഭവത്തിന് ശേഷം പ്രതി സൽമാൻ ഒളിവിലാണ്. ഡ്രോണുകൾ ഉപയോഗിച്ച് 8 പോലീസ് സംഘങ്ങൾ പ്രതിയെ തിരയുന്നുണ്ട്. പ്രതി സെഹോർ ജില്ലയിലെ താമസക്കാരനായതിനാൽ സെഹോറിലും തിരച്ചിൽ നടക്കുന്നുണ്ട്. പ്രതിയുടെ വിലാസം നൽകുന്നയാൾക്ക് 10,000 രൂപ ഇമാമും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളം.